പറയുന്നത്. ഞാനും ഒരു ഏല കർഷകയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നെങ്കിലും എനിക്ക് ഏലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഏലമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂവസ്ത്ര സൂപ്പർ ഒരിക്കലും ഭൂവസ്ത്ര എന്ന് പറയുന്നത് ഒരു വളവോ അല്ലെങ്കിൽ ഒരു കീടനാശിനിയോ ഒന്നും അല്ല. ഭൂവസ്ത്ര നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക എന്ന ഒരു ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഭൂവസ്ത്ര. ഭൂവസ്ത്ര ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പകരം ഒരു വളവും ഇടേണ്ട എന്നൊരു കർഷകരോട് നമ്മൾ പറയരുത്. ഭൂവസ്ത്ര ഇട്ട് കൊടുക്കുന്നത് മണ്ണിന്റെ ഘടനയൊന്ന് മാറ്റി. കാരണം ഇത്രയും കാലം കെമിക്കൽ ഉപയോഗിച്ചിട്ട്, അത് യൂറിയയോ പൊട്ടാസോ അതുപോലെയുള്ള കെമിക്കൽ ഉപയോഗിച്ച് നമ്മുടെ മണ്ണിന്റെ ഘടന തന്നെ മാറിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂവസ്ത്രം ഉപയോഗിക്കുമ്പം വർഷത്തിൽ 2 തവണ ഉപയോഗിക്കണം എന്നാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഏലമാണെങ്കിൽ ഏലം ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏലത്തിനാണ്. അപ്പൊ ഏലമാണെങ്കിൽ, അല്ലെ ഞാൻ ഉപയോഗിച്ചത് ഏലത്തിന് തന്നെയാണ്. ഏലമാണെങ്കിൽ പുതിയതായിട്ട് ഒരു പ്ലാന്റ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ തൈ നടുന്ന ആ ഒരു സമയം, കുഴിയെടുത്തു തൈ നടുന്ന സമയം നമുക്കൊരു 10 ഗ്രാം മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് മണ്ണിലേക്ക് ഒന്ന് ധൂളി കൊടുത്തുകൊണ്ട് അതിന് മുകളിലേക്ക് ഒരല്പം മണ്ണിട്ടുകൊണ്ട് നമ്മുടെ ആ ഒരു ചിമ്പ്, ഏലത്തിന്റെ നടുന്ന ഒരു തൈക്ക് പറയുന്നതാണ് ചിമ്പെന്ന്, ആ ചിമ്പൊന്ന് വെച്ചു കൊടുത്തിട്ട് പയ്യെ മണ്ണൊന്ന് അണച്ചു കൊടുത്തിട്ട് അല്പം കരിയിലയൊക്കെ ഇട്ട് കൊടുത്താല് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വേര് നന്നായിട്ട് ഓടും. അതുപോലെ തന്നെ ചിമ്പ് പെട്ടെന്ന് അടിച്ചു കയറും. 10 ഗ്രാമിൽ കൂടുതൽ ഒരല്പം പോലും ഇടേണ്ട കാര്യമില്ല. പുതിയതായിട്ട് നിൽക്കുന്ന ചെടിക്ക് 10 ഗ്രാം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇത്രയും കാലം അമിതമായിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമ്മുടെ ഭൂവസ്ത്ര ഒരു 30 ദിവസമാകുമ്പം ഒരു തവണ കൂടി 10 ഗ്രാം ഇട്ട് കൊടുക്കുക. അത് ഒരു എന്താ പറയുന്നേ, നമ്മുടെ മണ്ണൊന്ന് ശരിയാകി എടുക്കാനുള്ള ഒരു സാവകാശം ഉണ്ട്. അപ്പൊ ഒരു 10 ഗ്രാം കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് 2ാമത്തെ തവണ ഇടുക എന്നുള്ളത് എല്ലാവരോടും നിർബന്ധമായിട്ട് പറയണം. പിന്നെ നമ്മള് എന്താ പറയുന്നത്, ഓർഗാനിക് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ വളമോ കീടനാശിനി ഒന്നും കെമിക്കൽ എന്റെ പറമ്പിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കർഷകനാണെങ്കിൽ ഒരിക്കലും 2ാമത് ഒരു 30 ദിവസമാകുമ്പോൾ നമ്മുടെ ഭൂവസ്ത്ര സൂപ്പർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ ഒക്കെ ആയ ചെടിയാണ്, ചിമ്പശരമൊക്കെ ഒത്തിരി ഉണ്ട്, വലിയൊരു ചെടിയാണ്, ഒരു 100 ചിമ്പും അതുപോലുള്ള ചെടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30 ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഏലത്തിന്റെ മണ്ണ് പൊട്ടിച്ചിട്ട് അല്ല ഭൂവസ്ത്രം ഇടേണ്ടത്. 30 ഗ്രാം ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കുമ്പം എത്തില്ല 30 ഗ്രാം. അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റോ അതല്ലെങ്കിൽ ചാണകപ്പൊടിയോ മിക്സ് ചെയ്തിട്ട് അത് ഒരു 30 ഗ്രാം ആകുന്ന കണക്കിന് ഒരു എന്താ പറയുന്നത്, ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു 2 ചട്ടി ചാണകപ്പൊടി നല്ല പൊടി എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഭൂവസ്ത്ര മിക്സ് ചെയ്തിട്ട് ഒരു 30 ഗ്രാം ആകുന്ന കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കരിയില ഒന്ന് മാറ്റി കൊടുത്തിട്ടല്ലേ, ചപ്പും കരിയിലൊക്കെ ഉണ്ട്, ഒരു അടി മാറ്റി കരിയില മാറ്റി കൊടുത്തിട്ട് ഭൂവസ്ത്ര ചുറ്റിനും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആ കരിയില തന്നെ ആ ഭൂവസ്ത്രയ്ക്ക് മുകളിലേക്ക് ഒന്ന് അണച്ചു കൊടുക്കുക. വെള്ളം അടിക്കുന്ന കർഷകരാണെങ്കിൽ നിർബന്ധമായിട്ടും വെള്ളം അടിച്ചു കൊടുക്കണം. ഒരിക്കലും വെള്ളം അടിക്കാത്ത, വെള്ളം ഈർപ്പം നിലനിൽക്കാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ ഭൂവസ്ത്ര സൂപ്പർ ഒരു ചെടിക്കും ഇട്ട് കൊടുക്കരുത്. കാരണം ഭൂവസ്ത്രം എന്ന് പറയുന്നത് ഇട്ട് കഴിയുമ്പം അതൊന്ന് പൊട്ടി അതിലൂടെയാണ് നമ്മുടെ വേര്, ആ റൂട്ടൊക്കെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലം അല്ലാത്ത സമയം, ഇപ്പം വെള്ളം അടിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭൂവസ്ത്രം ഇട്ട് കൊടുത്താൽ മഴ പെയ്യുമ്പം കിട്ടുന്ന അത്ര റിസൾട്ട് നമുക്ക് ഭൂവസ്ത്രം ഇട്ടാൽ ഇപ്പൊ കിട്ടില്ല. മഴ വരുമ്പോഴാണ് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഒരു 10 വർഷമൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള ചെടിയാണെങ്കിൽ നമുക്കൊരു 50 ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഭൂവസ്ത്ര. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ട്. നല്ലൊരു സാധനമാണ് നമ്മുടെ ഭൂവസ്ത്ര സൂപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോ മുണ്ടക്കയത്താണ് താമസിക്കുന്നത്. മുണ്ടക്കയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 10-20 ചുവട് കപ്പ ഇട്ടായിരുന്നു. ആ കപ്പ ഇട്ടപ്പം നമ്മള് എന്താ പറയുന്നേ, ഒരല്പം ഒരു 2 ഗ്രാം 3 ഗ്രാം
ഭൂവസ്ത്രം ഇട്ട് കൊടുത്തിട്ട് തടമെടുത്ത് 2 ഗ്രാം ഭൂവസ്ത്രം ഇട്ട് ഒരു 2 ദിവസം കഴിഞ്ഞാണ് കപ്പത്തണ്ട് കുത്തി കൊടുത്തത്. അങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പം നന്നായിട്ട് കപ്പ വളർന്നു വന്നു. അതിനുശേഷം വീണ്ടും ഒരു 2-3 ഗ്രാം അങ്ങോട്ടൊന്ന് തൂളിക്കൊടുത്തു. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് ആദ്യം ഉണ്ടായ ആ കപ്പയുടെ ഇല അത് ഏറ്റവും മുകളിലേക്ക് വളർന്ന് വലുതായി കപ്പ വലുപ്പത്തിൽ മുകളിലേക്ക് വളർന്നിട്ടും ആദ്യം വന്ന ഇല പോലും ഒരു പഴുപ്പ് ഉണ്ടാകുകയോ അതല്ലെങ്കിൽ അത് നടന്നു പോവുകയും ചെയ്തില്ല. അത് കാണുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ട് ആ കപ്പയുടെ തണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു റിസൾട്ട്. പിന്നെ കപ്പ പറിച്ചപ്പം ഒത്തിരി നീളത്തിൽ വലുപ്പത്തിലുള്ള കപ്പയൊന്നും ആയിരുന്നില്ല. അത് മണ്ണിന്റെ എന്തെങ്കിലും ഘടന കൊണ്ടായിരിക്കാം. പക്ഷേ ഉണ്ടായ കപ്പ മുഴുവൻ, മണ്ണിനടിയിൽ ഉണ്ടായ കപ്പ മുഴുവൻ ഒരേ വലിപ്പത്തിൽ നല്ല ഉരുണ്ട് ഒരേ വലിപ്പത്തിൽ ഒരേ മേനിക്ക് കിട്ടി. 9 മാസം കൊണ്ട് പറിക്കേണ്ട കപ്പയായിരുന്നു. പക്ഷെ ഒരു 8 മാസം ആയപ്പോഴത്തേനും കപ്പയ്ക്ക് വിളവായി. നന്നായിട്ട് പറിച്ച് നമ്മള് വെള്ളം തിളപ്പിച്ച് കപ്പ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഒന്ന് ചൂടാകുന്നതിന് മുമ്പ് നല്ല പോലെ ആ കപ്പ ഭയങ്കര ടേസ്റ്റ് ആണ്. നല്ലൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു മീറ്റിംഗിൽ ഇരുന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പറയുവാണ്, നമ്മുടെ ഗ്രേറ്റ് ITC ലീഡർ രാജേഷ് സാറൊക്കെ എന്റെ വീട്ടില് നമ്മുടെ ഒരു ഹോം മീറ്റിംഗ് നടത്താൻ വേണ്ടി, ഒരു ടീമിന്റെ മീറ്റിംഗ് നടത്താൻ വേണ്ടി ടീം മീറ്റിംഗ് വന്നപ്പം ആ കപ്പയൊക്കെ പറിച്ച് പുഴുങ്ങി സാറിനും കൊടുത്തു. അന്ന് വന്ന എല്ലാവർക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. അത്ര നല്ലതായിരുന്നു ആ കപ്പ, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇപ്പൊ ഭൂവസ്ത്രം ഇടുമ്പം നമുക്ക് നല്ല ടേസ്റ്റില് ഒരേ വലിപ്പത്തിലും ഒക്കെ നമുക്ക് ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കപ്പയ്ക്കും ഏലത്തിനും ഞാൻ ഭൂവസ്ത്ര സൂപ്പർ കൊടുത്തു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഏലത്തിനാണെങ്കിലും ഗ്രോ മാജിക് അഡ്വാൻസ്, ശരിക്കും ഗ്രോ മാജിക് എന്ന് പറയുന്നത് അതൊരു ഗ്രോ മാജിക് തന്നെയാണ്. പലരും അടിക്കുന്നത് പല രീതിയിലാണ്. അതിന്റെ കാരണം കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. ഹൈ റേഞ്ചിലാണെങ്കിൽ തന്നെ പലയിടത്തും പല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചൂടയാക്കാം, ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പുള്ള ഏരിയ ആകാം. അങ്ങനെ പല ഏരിയ പല രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച ഗ്രോ മാജിക് എന്ന് പറയുന്നത് 300 ലിറ്റർ വെള്ളത്തില് ആ ഒരു 100 ഗ്രാം പൗച്ച് ഒരു കപ്പ് വെള്ളം എടുത്ത് ഗ്രോ മാജിക് അതിലിട്ട് കലക്കി, നല്ല കറുപ്പ് കളർ വരും, അത്രയും നന്നായിട്ട് കലക്കി കൈകൊണ്ട് തന്നെ ഡൈല്യൂട്ട് ചെയ്ത് ജാറിലേക്ക് ഒഴിച്ചു. ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ MI സ്പ്രേ പ്ലസ് 25 ml മാത്രമാണ് ഒഴിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉൽപ്പന്നം ഒക്കെ ഏറ്റവും നല്ലതാണ്, നല്ല റിസൾട്ടാണ്. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മുടെ MI സ്പ്രേ പ്ലസ് ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. അല്പം കുറഞ്ഞു പോയാൽ ഒരു ദോഷവും വരില്ല, കൂടിയാൽ ഒത്തിരി ദോഷം വരും. അതിന്റെ ഒരു ഉദാഹരണവും ഞാൻ തന്നെയാണ്. നമ്മൾ ഒരു 100 ലിറ്റർ വെള്ളത്തില് 20 ml MI സ്പ്രേ ഉപയോഗിക്കാൻ പറഞ്ഞപ്പം നമ്മള് 20 ml എന്തുണ്ട്, ഒട്ടും കാണില്ലല്ലോ എന്നോർത്തിട്ടൊക്കെ നമ്മളൊരു 50 ml ഒക്കെ ഉപയോഗിച്ചപ്പം സംഭവിച്ചത്, ഏല എന്റേതായതുകൊണ്ട് കുഴപ്പം, മറ്റൊരാൾ പരാതി പറയില്ല. അത് സംഭവിച്ചത് ശരമൊക്കെ എന്താ പറയുന്നത്, ചൂല് പോലെ ആയിപ്പോയെന്ന് പറഞ്ഞാല് അതിന്റെ കായും കൊത്തും ഒന്നും പിടിച്ചില്ല, മുഴുവൻ ശരവും കരിഞ്ഞു പോയി. ആദ്യം, അതായത് 2022-23 എനിക്കത് സംഭവിച്ചത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ എനിക്കുണ്ടായ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ MI സ്പ്രേ പ്ലസ് കൂടുതൽ ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എല്ലാ കർഷകരോടും MI സ്പ്രേ ഉപയോഗിക്കുമ്പോ അളവ് ഒത്തിരി കുറച്ചേ പറയാവുള്ളൂ. ഒരു 300 ലിറ്റർ വെള്ളത്തിൽ 25 ml ഒക്കെ ഒഴിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേനൽക്കാലത്ത് ഒരു 10 മില്ലി ഒഴിച്ചാലും മതി, അതിൽ കൂടുതൽ ഒഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഗ്രോ മാജിക് MI സ്പ്രേ പ്ലസും അടിച്ചതിലൂടെ നന്നായിട്ട് ശരം ഉണ്ടായ ശരത്തില് കാ നന്നായിട്ട് പിടിച്ച കായ്ക്കൊക്കെ നല്ല പച്ച കളറ്, ചൊറിയൊന്നും ഇല്ലാതെ പിടിച്ചു. ഒപ്പം ഈ മഞ്ഞപ്പിഞ്ച് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മഞ്ഞപ്പിഞ്ച് എന്ന് പറഞ്ഞാല് ഉണ്ടായി വരുന്ന കായ് പെട്ടെന്ന് മഞ്ഞ കളറാകും. അത് അരി പോലും പിടിക്കാതെ പൊഴിഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് ഏലത്തിന് വരുന്നത്. അതിന്റെ പേരാണ്
മഞ്ഞപ്പിഞ്ചെന്ന്. അപ്പം അത് ഉണ്ടാകുന്നില്ല, ആ കായൊന്നും പൊഴിയുന്നില്ല. പിന്നെ കൊത്തിൽ നിന്ന് തന്നെ വീണ്ടും കൊത്തുണ്ടായി. ആദ്യം മുതല് ലാസ്റ്റ് അവസാനം വരെ വരുന്ന കായ്ക്കൊക്കെ ഒരേ വലിപ്പമാണ്. ഒരേ വലിപ്പത്തില് നല്ല വെയിറ്റ് ഉള്ള കാ നമുക്ക് കിട്ടും. പിന്നെ പൊതുവെ എന്താ പറയുന്ന കായ ഉണക്ക് നമ്മൾ വിൽക്കുമ്പോൾ 5 കിലോയ്ക്ക് 1 കിലോ, 6 കിലോയ്ക്ക് 1 കിലോ അങ്ങനെയൊക്കെയാണ് ഏലക്ക കിട്ടുന്നത്. അത് നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം നന്നായിട്ടും മഴയുള്ള സമയമാണെങ്കിൽ നമ്മൾ കായ ഉണങ്ങുമ്പോൾ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ 5-1, 5:30 ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അതിലും നമുക്ക് ഒത്തിരി ലാഭമാണ്. കാരണം 3-1, 3:30 ഒക്കെ നമുക്ക് കാ കിട്ടുന്ന റിസൾട്ട് നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കായുടെ കളറും കായുടെ വലിപ്പവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കായ്ക്ക് വില നിലവിൽ മാർക്കറ്റിൽ ഉള്ള വിലയല്ല, മാർക്കറ്റിൽ അവർ കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ 30-40 രൂപ 1 കിലോയ്ക്ക് നമുക്ക് കൂട്ടിത്തരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രമാത്രം അത് കാണാൻ നല്ല കളറാണ്. ഏലക്ക എന്ന് പറയുമ്പോൾ നല്ല കളറ്, നല്ല പച്ച കളർ ഉണ്ടാവണം. തന്നെയല്ല നല്ല അരി ഉണ്ടാവണം, അതിനകത്ത് ഫുള്ളായിട്ട് അരി ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നല്ല വെയിറ്റ് ആണ് അതിന്. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ഇത്രയൊക്കെ പറയുന്നുള്ളൂ. എന്തായാലും ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് നമുക്ക് നടക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ റിസൾട്ടുകൾ എന്റെ ടീമിൽ കൊടുത്ത ആൾക്കാരുടെയും കൊണ്ട് പറയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ റിസൾട്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ച നമ്മുടെ LVയിലെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു എന്താ പറയുക ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.